ഹലോ എവരിവൺ. ഈ ഒരു സെക്ഷൻ നമ്മുടെ ജിയോളജി +1 മോഡൽ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പം നമുക്ക് എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് പാർട്ടില് സെക്ഷൻ ഫസ്റ്റും സെക്കൻഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഓക്കെ, പാർട്ട് അതായത് വീഡിയോയുടെ പാർട്ടാണ് ഇട്ടത്. സെക്കൻഡ് പാർട്ടാണ്, വീഡിയോയുടെ പാർട്ടാണ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ 2 വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പം പാർട്ട് 1 കാണാത്തവരെ പോയി കാണണേ. അപ്പോൾ സെക്ഷൻ 3 നോക്കാം. ക്വസ്റ്റ്യൻ 19 to 32 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. ദെൻ ആൻസർ എനി 6 ഓഫ് ദ ഫോളോയിങ് ആണ്. തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതാനാണ്. 6 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 1-ന് 3 മാർക്ക് വെച്ച് 18 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമുള്ളത് വെച്ചാൽ നിങ്ങൾ എഴുതാം. നമുക്ക് നോക്കാം. ബ്രീഫ്ലി കമന്റ് ഓൺ ദ ഒറിജിൻ ഓഫ് ദ എർത്ത് അക്കോർഡിംഗ് ടു ദ നെബുലാർ ഹൈപ്പോത്തീസിസ്. നെബുലാർ ഹൈപ്പോത്തീസിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമിയുടെ ഒറിജിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, ഷോർട്ട് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നെബുലാർ ഹൈപ്പോത്തീസിസ് പ്രപ്പോസ് ചെയ്തത് കാൻഡിൽ ലപ്ലേസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തീസിസ് ദ സോളാർ സിസ്റ്റം ഇവോൾവ്ഡ് ഫ്രം ക്ലൗഡ് ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് നെബുല. അതായത് ഒരു എന്താണ് അവിടെയും ഇവിടെയും വ്യാപിച്ച് കിടന്ന ഒരു ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൽ നിന്നാണ് നമ്മുടെ അതിനാണ് നെബുല എന്ന് പറയുന്നത്. ആ നെബുലയിൽ നിന്നാണ് എന്തുണ്ടായത്, സോളാർ സിസ്റ്റം രൂപപ്പെട്ടത് എന്നാണ് നമ്മുടെ നെബുലാർ ഹൈപ്പോത്തീസിസ് പ്രകാരം പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് part of an interstellar cloud of dust and gas underwent gravitational collapse to form primordial nebula. ഓക്കെ, അതായത് ഈ ഒരു തിയറി പ്രകാരം നമ്മുടെ ഈ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം വാതകങ്ങളൊക്കെ നമ്മുടെ 2 സ്റ്റാറിന്റെ അടുക്കായിരുന്നു. ഓക്കെ, അതായത് ഇന്റർസ്റ്റാളർ സ്പേസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റാറിന്റെ അടുക്കുള്ള സ്പേസിൽ അവിടെയായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൗഡിന് എന്ത് ചെയ്തു, നമുക്ക് ഈ ക്ലൗഡിന് എന്ത് ചെയ്തു, ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് നടന്നു. അതായത് പരസ്പരം എന്ത് ചെയ്തു, ആകർഷിച്ച് പരസ്പരം എന്ത് ചെയ്തു, കൂട്ടിയിടിച്ച് അത് കൂടിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ. അപ്പൊ ആദ്യം അവിടെ സംഭവിച്ചത് കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, അത് ചുരുങ്ങാൻ തുടങ്ങി. ഇങ്ങനെ പരന്നു കിടന്നിരുന്ന ആ വാതകങ്ങളും പൊടിപടലങ്ങളൊക്കെ എന്ത് ചുരുങ്ങാൻ തുടങ്ങി. അതിനെ നമ്മൾ പ്രിമോഡിയൽ നെബുല എന്നാണ് പറയുക. അത് നെബുലയുടെ പഴയ രൂപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ആഫ്റ്റർ കോൺട്രാക്ഷൻ, ഇനി കോൺട്രാക്ഷന് ശേഷം എന്താ സംഭവിച്ചത്, ഇറ്റ് ബിഗാൻ ടു സ്പിൻ ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിസ്ക്. ഇതെന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ സ്പിൻ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഓക്കെ, അത് ആ കറങ്ങുന്നതോടൊപ്പം അതിനെന്ത് രൂപം കൊണ്ട്, ഒരു ഡിസ്കിന്റെ രൂപത്തിലേക്ക് അത് മാറി എന്നാണ് പറയുന്നത്. Then clumps of interstellar matter were left behind in the midplane of solar disk as it contracted towards its center, gradually caused it through a process of accretion. അപ്പൊ അടുത്ത പ്രോസസ്സ് അവിടെ നടക്കുന്ന അക്രീഷൻ ആണ്. അക്രീഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓരോരോ കണികൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ്. അത് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അക്രീഷൻ. അതായത് കുറച്ച് അതിന്റെ കൂടുതൽ മാസ് എന്ത് ചെയ്തു അതിന്റെ കേന്ദ്രത്തിലാണുള്ളത്. അപ്പൊ ആ കേന്ദ്രത്തിലായതുകൊണ്ട് ആ സെൻട്രൽ ഭാഗത്തിന് അപ്പുറത്തായിട്ടുള്ള എന്താണ് ഇത്തരം പൊടിപടലങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങളൊക്കെ പാടെ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങി. ഈ സെൻട്രൽ ഭാഗത്ത് നിന്നും വിട്ടു നിൽക്കുന്ന ഈ പൊടിപടലങ്ങളും വാതകങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് കൂടിച്ചേരാൻ തുടങ്ങി. അങ്ങനെ കൂടിച്ചേർന്ന് ഓരോരോ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ അക്രീഷൻ എന്നാണ് അതിന് പറയാം. ദീസ് ലാർജർ ബിൽഡിംഗ് ബ്ലോക്സ് ദെൻ കമ്പൈൻഡ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ടു ഫോം പ്രോട്ടോപ്ലാനറ്റ്സ്. ഈ വലിയ ബിൽഡിംഗ് ബ്ലോക്സ് എന്ത് ചെയ്തു, കൂടുതൽ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്തു അതെന്തായി വലിയ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് മാറുകയും അത്തരം ബിൽഡിംഗ് ബ്ലോക്സിനെ പ്രോട്ടോപ്ലാനറ്റ്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ ചുറ്റുഭാഗമുള്ള ഇത്തരം ബിൽഡിംഗ് ബ്ലോക്സിനെ എന്ത് വിളിച്ചു, പ്രോട്ടോപ്ലാനറ്റ്സ് എന്ന് വിളിച്ചു. പ്രോട്ടോപ്ലാനറ്റ്സ് അതായത് പ്ലാനറ്റ്സിന്റെ മുൻപത്തെ ഒരു രൂപം. Which were the precursor of most of the current planets of the solar system. Okay, അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മൾ കാണപ്പെടുന്ന സോളാർ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ആ ഒരു എന്താ പറയാ പ്ലാനറ്റ്സിന്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മുൻഗാമി ഈ ഒരു പ്രോട്ടോപ്ലാനറ്റ്സ് ആയിരുന്നു. ലേറ്റർ ദീസ് പ്രോട്ടോപ്ലാനറ്റ്സ് അക്രീറ്റഡ് മോർ മെറ്റീരിയൽ. പിന്നീട് എന്ത് ചെയ്തു, പിന്നെയും സമയം കഴിഞ്ഞു പോയപ്പോൾ അതെന്ത് ചെയ്തു, കൂടുതൽ മെറ്റീരിയൽ എന്ത് ചെയ്തു അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ പ്രോട്ടോപ്ലാനറ്റ്സ് കൂടുതൽ മെറ്റീരിയൽ അതിലേക്ക് കൂട്ടിച്ചേർത്തു. ആൻഡ് അസ്യൂംഡ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പ്ലാനറ്റ് ആസ് വി നോ ദം ടുഡേ. ഇപ്പൊ നമുക്ക് കാണുന്ന നമ്മള് വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ പറയുന്നില്ല, അതൊക്കെ ആ രൂപത്തിലും നമ്മൾ ഇന്ന് കാണുന്ന ഈ നമ്മുടെ എർത്ത് പോലെയുള്ള ഗ്രഹങ്ങളും എല്ലാം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് നമ്മുടെ നെബുലാർ ഹൈപ്പോത്തീസിസ് പറയുന്നത്. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഇതാക്കിയിട്ടുള്ളൊരു എന്താ പറയാ, അതിന്റെ മലയാളം മീഡിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിലൊക്കെ ഞാൻ പറഞ്ഞ ഫോണ്ട് മിസ്സിംഗ് ഉണ്ട്, ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചു തരാം. സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും നെബുല എന്ന് വിളിക്കപ്പെടുന്ന
ഓക്കെ, അത് ഒരുപാട് ഫോണ്ട് മിസ്സിംഗ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. നെബുല എന്ന് വിളിക്കപ്പെടുന്ന നെബുല എന്നാണ് ഇത്. നെബുല എന്ന് വിളിക്കപ്പെടുന്ന വാതക പൊടിപടലങ്ങളായി, ഇവിടെ പൊടിപടലം എന്നാണ്, വാതക പൊടിപടലങ്ങളായി നിലനിന്നിരുന്ന ഒറ്റ പദാർത്ഥത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നാണ് നെബുലാർ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതായത് ഏകദേശം 4600 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നെബുല ഗുരുത്വാകർഷണ ഫലമായി തകർച്ചക്ക് എന്നൊക്കെയാണ് ഇവിടെ വന്നത്. അതായത് ഇതിൽ വന്നതിൽ പ്രശ്നമാണ്. അപ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി അത് കൂടിച്ചേരുകയും, അങ്ങനെ കൂടിച്ചേരുന്നതിന്റെ ഫലമായി കൂടിച്ചേരുക എന്ന് കൊടുത്താൽ അതിലൂടെ കൂടിച്ചേരുകയും അതിന്റെ ഫലമായിട്ട് അത് ചുരുങ്ങാൻ തുടങ്ങി. കഠിനമായ സങ്കോചത്തിന്റെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സങ്കോചത്തില് നെബുല ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയും ഒരു ഡിസ്ക് ആകൃതിയിലേക്ക് മാറുകയും ചെയ്തു. നെബുല ഡിസ്കിന്റെ ഉള്ളിൽ, അപ്പൊ ഞാൻ മുകളിൽ നിങ്ങൾക്ക് മലയാളം അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തു, ആ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കട്ടോ. അപ്പൊ ഞാനിതൊരു വ്യക്തമായിട്ട് മലയാളത്തിലേക്ക് ആക്കിയെന്നുള്ളൂ. ഡിസ്കിന്റെ ഉള്ളില് ഓരോരോ അടരുകൾ പല വേഗത്തില്, അതായത് അടരുകൾ വളരെ വേഗത്തിലാണ്. അതിന്റെ ഓരോരോ ലെയറാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ട്, ഓരോരോ പാളികൾ വളരെ വേഗത്തിൽ പുറത്തുള്ള ആ ഒരു പാളികളേക്കാൾ അല്ലെങ്കിൽ ലെയറുകളേക്കാൾ ഭ്രമണം ചെയ്തിരുന്നു. അതായത് നെബുല ഡിസ്കിന്റെ ഉള്ളിലെ വേഗത്തിലായിരുന്നു, പുറത്തുള്ള അതായത് നെബുലയുടെ ഉള്ളിലുള്ള പാളിയേക്കാൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള വലയങ്ങളെക്കാൾ പുറത്തുള്ള പാളികളായിരുന്നു വളരെ സ്പീഡില് ഭ്രമണം ചെയ്തിരുന്നത്. അതുമൂലം ക്രമേണ നെബുലയുടെ ബാഹ്യഭാഗം ഓരോ വലയങ്ങളായി പുറത്തു പോകാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ പുറത്തു പോയ വലയങ്ങളിലെ വാതങ്ങളും പൊടിപടലങ്ങളും ഗുരുത്വാകർഷണത്തിന് വിധേയമായി വീണ്ടും കൂടിച്ചേർന്നു. ചെറുതും വലുതുമായ ധാരാളം ദ്രവ്യപിണ്ഡങ്ങൾ എന്നാണ് ദ്രവ്യപിണ്ഡങ്ങൾ എന്നാണ് ദ്രവ്യം അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ 100 കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ രൂപം കൊണ്ടു. പിന്നെ ഗ്രഹങ്ങളുടെ ആദ്യ രൂപമായ ഇവക്ക് പ്രോട്ടോ പ്ലാനറ്റുകൾ, അതായത് പ്രോട്ടോ പ്ലാനറ്റുകൾ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഫോണ്ട് മിസ്സിങ് നല്ല ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളത് ജസ്റ്റ് എഴുതി വെക്കുക, അങ്ങനെ ചെയ്യാല്ല, നിങ്ങൾ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കുക. ഓക്കെ, സൗരയൂഥത്തിലെ ഇന്ന് കാണുന്ന മിക്കവാറും ഗ്രഹങ്ങൾ രൂപം കൊണ്ടത് പ്രോട്ടോ പ്ലാനറ്റുകളിൽ നിന്നാണ്. പിന്നീട് പ്രോട്ടോ പ്ലാനറ്റുകളിൽ കൂടുതൽ ദ്രവ്യവസ്തുക്കൾ കൂടിച്ചേരുകയും ഇന്ന് നാം അറിയപ്പെടുന്ന വിധത്തിലുള്ള ഗ്രഹങ്ങളുടെ ആകൃതിയും വലുപ്പത്തിലും ആയിത്തീരുകയും ചെയ്തു. സൗരയൂഥത്തിലൂടെ ശേഷിച്ച കേന്ദ്രപിണ്ഡം, അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ശേഷിച്ചിട്ടുള്ള ആ കേന്ദ്രപിണ്ഡമാണ് സൂര്യനായിട്ട് മാറിയത്. ഓക്കെ, അതിന്റെ റിമൈനിങ് മെറ്റീരിയൽ, അതായത് സെന്ററിൽ ഉള്ള റിമൈനിങ് മെറ്റീരിയൽ എന്തായി മാറിയത് സൂര്യനായിട്ട് മാറിയെന്നാണ് പറയുന്നത്. സൂര്യനായി മാറുകയും ചെയ്തു. സൗരയൂഥത്തിലെ ക്ഷുദ്രഗ്രഹങ്ങളും മറ്റു ജ്യോതിർഗോളങ്ങളും മുകളിൽ പറഞ്ഞ പ്രോട്ടോ പ്ലാനറ്റുകളുടെ ഛിന്ന ഭിന്നമായ ഭാഗങ്ങളുമാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കി എഴുതി വെക്കുക, വീണ്ടും പഠിക്കുക. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഷോയിങ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും, ഈ രീതിയിൽ വരയ്ക്കുക. അപ്പൊ നമ്മുടെ എർത്ത് ക്രസ്റ്റിന് വളരെ ചെറിയൊരു ലെയറാണ്. അപ്പൊ ആ ലെവലിൽ നമ്മളത് ക്രസ്റ്റ് അടയാളപ്പെടുത്തുക, അവിടെ നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ക്രസ്റ്റ് കഴിഞ്ഞ്, ക്രസ്റ്റിനേക്കാണ് ഒരു വര മാത്രമേ ഉള്ളൂ ക്രസ്റ്റ്. നമ്മളതിന്റെ ഈ ഒരു ടോട്ടൽ പിക്ചറിന്റെ വോളിയത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. മാൻഡിലിനാണ് കൂടുതൽ വോളിയം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കോറാണ് വരുന്നത്. അങ്ങനെ 3 ആക്കി ആദ്യം ഡിവൈഡ് ചെയ്യുക. ആദ്യം ക്രസ്റ്റ്, പിന്നെന്ത് ചെയ്യുക മാൻഡില്, പിന്നെ കോറ്. ഇത് ക്രസ്റ്റ്, ഓക്കെ, ഇത് മാൻഡില്, ഇത് കോറ്. ദെൻ ഇനി നമുക്ക് ആസ്തനോസ്ഫിയർ അടയാളപ്പെടുത്തണം അല്ലെ. ഇത് ആസ്തനോസ്ഫിയർ എന്നതിൽ എഴുതി വെക്കുക. പിന്നെന്താണ് മെസോസ്ഫിയർ, ഓക്കെ, അത് സോളിഡ് ആണ്. ദെൻ പിന്നെന്താണ് കോർണർ, നമുക്ക് ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഈ വശത്ത് എന്ത് ചെയ്യുക, അതിന്റെ തിക്നെസ് ഒക്കെ കൊടുക്കാം. 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ. അത് കഴിഞ്ഞിട്ട് സെന്റർ ഏകദേശം 6371 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ വേറെന്താ ഇതില്, പിന്നെ അതിന് മൊഹറോയിസിക് ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഓരോ ബൗണ്ടറിയിലും.
ഓക്കെ, ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാമോ? അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 3 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ വരയ്ക്കാൻ, ഈ ഡയഗ്രാം വരയ്ക്കാൻ മാത്രമാണ് പറയുന്നത്. ഓക്കെ, വരച്ചു വെച്ചാൽ മാത്രം മതി. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജിയോളജിക് ടൈം സ്കെയിൽ എന്നാണ്. ജിയോളജിക്കൽ ടൈം സ്കെയിലിന് എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കുന്നതാണ്. അതായത് ജിയോളജിക് ടൈം സ്കെയിൽ ഈസ് എ സിസ്റ്റം ഓഫ് ക്രോണോളജിക്കൽ മെഷർമെന്റ് ദാറ്റ് റിലേറ്റ്സ് ഇവന്റ്സ് to time and is used by earth scientists to describe the timing and relationships between events that have occurred throughout earth's history. It is composed of named time units consisting of various named divisions of geological time. The geological time right from the birth of the earth up to the present day is divided into many units. അതായത് എന്താണ് ജിയോളജിക് ടൈം സ്കെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ക്വസ്റ്റ്യന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജിയോളജിക് ടൈം സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ ചെയ്തിട്ട്, അതായത് ഭൂമിയിൽ നടന്നിട്ടുള്ള ഇവന്റുകളൊക്കെ ഒരു ക്രോണോളജിക്കൽ ആയിട്ട്, അത് കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി പിടിപ്പിക്കാം. ഓക്കെ, ആ ഒരു ജിയോളജിക്കൽ ടൈം യൂണിറ്റിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ടൈം ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നിങ്ങൾ എഴുതി വെക്കുക. ദെൻ അടുത്തത് അതിന്റെ ഒരു മലയാളം വിശദീകരണമാണ്. ഭൂമിയുടെ പരിണാമ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള, അതായത് ഭൂമി ഉണ്ടായ കാലം മുതൽ സംഭവിച്ചിട്ടുള്ള എന്ന് വേണമെങ്കിലും കൊടുക്കാം. പ്രധാന സംഭവ പരമ്പരകളെ കഴിഞ്ഞ കാലഘട്ടവുമായി കൂട്ടിയിണക്കാൻ ഉപയോഗിക്കുന്ന കാലഗണനാ സമ്പ്രദായ രീതിയാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന്. കുറച്ചൊരു കടുകട്ടി വാക്കുകളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് സിമ്പിൾ ആക്കി ഞാൻ മുകളിൽ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാവുന്നതാണ്. ദെൻ നെയിം ഓഫ് ദ ഫോളോയിങ് ആണ് അടുത്തത്. നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ദ സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പെഡോളജിയാണ്. ഇത് നമുക്ക് എന്താ പറയാ, 3ാമത്തെ യൂണിറ്റില് അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 വേർഡ് ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് ഫോക്കസ് ഏരിയയിലുള്ള തന്നെയാണ്. ഇപ്പോൾ പെഡോളജി എന്ന് പറഞ്ഞാൽ സോയിലിനെ കുറിച്ചുള്ള പഠനമാണ്. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, ദ എർത്ത് പ്രോസസ് ബൈ വിച്ച്. ഇപ്പം ഞാൻ ഈ മലയാളത്തില് ഇനി കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുന്നുള്ളൂ, മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതെന്നാലും ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ എർത്ത് ബിയിൽ നമുക്ക് ദ എർത്ത് പ്രോസസ് ബൈ വിച്ച് ദ റോക്സ് അറ്റ് ഓർ നിയർ ദ എർത്ത് സർഫസ് അണ്ടർഗോ ഫിസിക്കൽ ഡിസിന്റഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകമ്പോസിഷൻ. അതിന് നമ്മൾ വെതറിംഗ് എന്നാണ് പറയുക. അപ്പോൾ വെതറിംഗിന്റെ ഡെഫിനിഷൻ ആണ് മുകളിൽ തന്നിരിക്കുന്നത് ബി. ഓക്കെ, അതായത് അപേക്ഷയം മലയാളത്തിൽ. ദെൻ സി എന്ന് പറയുമ്പോൾ എന്താണ്, ദ ബ്രോഡ് സ്വീപ്പിംഗ് കർവ്സ് ഫൗണ്ട് അലോങ് ദ കോഴ്സ് ഓഫ് സ്ട്രീം ചാനൽ. അതായത് നമ്മുടെ സ്ട്രീമിന്റെ ആ ഒരു ചാനലിൽ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള എന്താണ് ഒരു കേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ അത്തരം കേഴ്സ് ഉള്ള ചാനലിന് നമ്മൾ പറയുന്നതാണ് എന്ത്, മിയാണ്ടർ എന്നാണ് പറയാം. ഓക്കെ, മിയാണ്ടർ. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിഡ്യുവൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ? ഓക്കെ, നമുക്ക് നോക്കാം. It is characterized by little or no transported during or after the soil formation. അതായത് റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, നമുക്ക് വീഡിയോ വളരെ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ സോയിൽ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതായത് എവിടെയാണോ അതിന്റെ പാരന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ സംഭവിച്ചത്, അതായത് വെതറിംഗ് സംഭവിച്ചാലാണല്ലോ സോയിൽ ഉണ്ടാകുക. അപ്പൊ വെതറിംഗ് സംഭവിച്ച ശില എവിടെയാണോ ഉള്ളത്, ആ ശിലയുള്ള അതേ സ്ഥലത്ത് തന്നെ ഈ സോയില് ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സോയിലിനെയാണ്, അവിടെ തന്നെ നിക്ഷേപിക്കപ്പെടുന്ന സോയിലിനെയാണ് നമ്മൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. ഈ റെസിഡ്യുവൽ സോയിലിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നേയില്ല. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ വിധേയമാകാത്ത സോയിലാണ് റെസിഡ്യുവൽ സോയിൽ, അങ്ങനെയും പറയാം. ദെൻ ട്രാൻസ്പോർട്ടഡ് സോയിൽ നമ്മൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ, അതായത് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തുള്ള മെറ്റീരിയലിന്റെ, അതായത് ഇവിടെയുള്ള റോക്സ്, ഈ റോക്സിന് വെതറിംഗ് ഒക്കെ സംഭവിച്ചാൽ വെതേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് ഇവിടെ ഒഴുകുന്ന, ഇതിലെ റിവറോ കാറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വിചാരിക്കാം. ആ ജിയോളജിക്കൽ ഏജൻസ് എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് നിന്ന് എ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തു ബിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ ട്രാൻസ്പോർട്ടേഷന് വിധേയമായിട്ടുള്ള സോയിലിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എഴുതിയതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ഇടാവുന്നതാണ്. ദെൻ അതിന്റെ മലയാളം ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മള് എന്താ പറയാ, ബുക്കിന്ന്, അതായത് നിങ്ങളെ ഫോക്കസ് ഏരിയ എന്ന് വരുന്നവരിന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് റെഫർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ വായിച്ചു നോക്കണേ. അപ്പൊ അതിന് ഫോണ്ട് മിസ്സിങ് ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് 24 ആണ്.
24 എന്ന് പറയുന്നത് മെൻഷൻ എനി 3 ഏരിയാസ് ഇൻ വിച്ച് മിനറൽ ആർ യൂസ്ഫുൾ ടു അവർ ഡെയിലി ലൈഫ്. ഞാൻ ഇപ്പോൾ 4 തന്നെ കൊടുത്തിട്ടുള്ളൂ, 3 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒട്ടനവധി ഏരിയകളുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ. അതെടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ കൃഷിയാണെങ്കിൽ രാസവളങ്ങളൊക്കെ നിർമ്മിക്കാൻ, ഭക്ഷ്യ വസ്തുക്കള്, അതുപോലെ പാത്രങ്ങൾ, പാക്കേജിങ്, കെട്ടിട നിർമ്മാണം, എല്ലാത്തിന്റെയും അതിന്റെ യൂസസ് ഒക്കെ അതിൽ പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾ എഴുതിനെങ്കിൽ ഇതിന് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കാണ് ഈ ടേബിൾ ഉപയോഗിക്കുക. ഓക്കെ, ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ കാസ്കേഡ്സ് ആൻഡ് റാപ്പിഡ്സ്. അപ്പൊ കാസ്കേഡ് അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് അതിൽ. നെയിം ദ ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ, 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാസ്കേഡ് റാപ്പിഡ് എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ ഡെഫിനിഷൻ ഉണ്ട്. എ സീരീസ് ഓഫ് സക്സസീവ് മിനിയേച്ചർ, അതായത് വാട്ടർഫോളിന്റെ ചെറിയ സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാപ്പിഡ് അല്ലെങ്കിൽ കാസ്കേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ടാവില്ലേ, ചെറുത് വളരെ ചെറുത്, ആ ചെറിയ വാട്ടർഫോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ റാപ്പിഡ് അല്ലെങ്കിൽ കാസ്കേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് കാസ്കേഡ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ, വാട്ടർ ഫ്ലോ ത്രൂ എ സ്റ്റെപ്പ് ലൈക്ക് ടെറൈൻ, അതായത് വാട്ടർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ലൈക്ക് ടെറൈനിലൂടെ ഇങ്ങനെ ചാടി വരുന്ന ഒരു രൂപത്തിലുള്ള ഒരു എന്താ പറയാ രീതിയിലുള്ള ഒരു വാട്ടർഫോൾ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, കാസ്കേഡ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങളത് എഴുതി വെക്കാം. ഓക്കെ, അതിന്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഉയരത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വാട്ടർഫോൾ എന്ന് പറയുന്നത് കുഞ്ചിക്കൽ വാട്ടർഫോൾ ആണ്. ഓക്കെ, ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ ഗോർജ് അല്ലെ. ഗോർജസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് വി ഷേപ്പ്ഡ് ആണ്. ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യാം അല്ലെ, വി ഷേപ്പ്ഡ് ആണ്. ഓക്കെ, വി ഷേപ്പ്ഡ് ആണ്. പിന്നെന്താണ് അതിന്റെ ഫ്ലൂവിയൽ ഡെപ്പോസിറ്റ്, അതല്ല. പിന്നെ ഡീപ്പ് നാരോ ആണ്, ഇടുങ്ങിയ രീതിയിലുള്ളൊരു ടോപ്പോഗ്രഫിയാണ്. അതായത് നമ്മളെ ചാനലിന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മലയിടുക്കുകളെയാണ് നമ്മൾ ഗോർജസ് എന്ന് പറയുന്നത്. വളരെ സ്റ്റീപ്പായിരിക്കും, വളരെ ഡെപ്ത് കൂടുതലായിരിക്കും. ദെൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ട്രയാങ്കുലർ ഷേപ്പാണ്, ക്രസന്റ് അല്ല. ഡെൽറ്റ എന്ന് പറയുന്നത് മായ്ച്ചാട്ടെ. ഡെൽറ്റ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പാണ്. പിന്നെന്താണ് അതെവിടെ കാണുന്നത്, നമ്മളെ സ്ട്രീം മൗത്തിലാണ് കാണുന്നത് ഡെൽറ്റ. ഓക്കെ, പിന്നെ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത് ക്രസന്റ് ഷേപ്പാണ്. ദെൻ ഫ്ലഡ് പ്ലെയിൻ. ഓക്കെ, ഓക്സ്ബോ ലേക്ക് ഫ്ലഡ് പ്ലെയിനിലാണ് കാണുന്നത്. അപ്പൊ അത് വിശദീകരിക്കുന്നത് ഞാൻ ഗോർജസ് വി ഷേപ്പ്, അതുപോലെ അതൊക്കെ ഞാനിവിടെ നേരാക്കി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതേ ഓർഡർ തന്നെ ഉണ്ടാകാം. ഇതിന് 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ആണ്. താതന്ത്രിക വേർതിരിച്ച് എഴുതാനാണ്. ദെൻ ബാർക്കൻസ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ഡ്യൂൺസ് ആണ്. അതുപോലെ തന്നെ ഡിഫ്ലാഷൻ ഹോളോസ്, ഡിഫ്ലാഷൻ ബേസിൻ, ലോസ് ഡ്യൂൺസ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇത് ബാർക്കൻസ് എന്ന് പറയുന്നതാണ്. ബാർക്കൻസിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, ദേ ആർ ക്രസന്റ് ഷേപ്പ്ഡ് സാൻഡ് ഡ്യൂൺസ്. ബാർക്കൻസ് എന്ന് പറയുന്നത് ഒരു ക്രസന്റ് ഷേപ്പ് ആയിട്ടുള്ള ഈ ഒരു രൂപത്തിലുള്ള ഒരു സാൻഡ് ഡ്യൂൺസ് ആണ് എന്ത് ബാർക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രസന്റ് ഷേപ്പിലുള്ള ഒരു സാൻഡ് ഡ്യൂൺസ് ആണ് ബാർക്കൻസ് എന്ന് പറയുന്നത്. ദേ ആർ കോൺവെക്സ് ടുവാർഡ്സ് വിൻവാർഡ് സൈഡ്, അതായത് ഇപ്പം വിൻഡ് കാറ്റടിക്കുന്ന ദിശ ഇതാണ് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കാറ്റ് വീശുന്ന ദിശ ഇതാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ദിശയിൽ ഇത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്ത ഒരു ഏരിയ ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വിൻഡ് കാറ്റടിക്കുന്ന ദിശയിലായിരിക്കും ഇതിന്റെ കോൺവെക്സ്, ഇതാണ് ഇതിന്റെ കോൺവെക്സ് വശം. ഓക്കെ, they are convex towards windward side and concave in leeward. അപ്പൊ ലീവാർഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് കാറ്റ് ഒഴിഞ്ഞു പോകുന്ന വശം, ഇതാണ് ലീവാർഡ് എന്ന് പറയുന്നത്. ലീവാർഡ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ദ ഫോംഡ് ഇൻ ഓപ്പൺ ഏരിയാസ്. അപ്പം ഫോം ചെയ്യുന്നത് ഒരു ഓപ്പൺ ഏരിയയിൽ നിന്നാണ്. അതുപോലെ ഒരു നിശ്ചിത കോൺസ്റ്റന്റ് ആയിട്ടുള്ള വിൻഡ് ഡയറക്ഷൻ വേണം, ലിമിറ്റഡ് സാൻഡ് സപ്ലൈ ഒക്കെ വേണം. അങ്ങനെയുള്ള സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രമേ വർക്കൻസ് രൂപപ്പെടുള്ളൂ. ദെൻ അതിന്റെ മലയാളം മീഡിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കട്ടോ, വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് എഴുതാം. ദെൻ ലോഞ്ചിറ്റ്യൂണൽ ഡ്യൂൺസ്, ഇതൊക്കെ ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. ലോഞ്ചിറ്റ്യൂണൽ ഡ്യൂൺസ് ആണ് അടുത്തത്. ദേ ആർ ലോങ് സ്ട്രൈറ്റ് ഡ്യൂൺസ് ആണ്, അതായത് നമ്മളെ വിൻഡിന് സമാന്തരമായിട്ട്, അതായത് കാറ്റ് ഈ ദിശക്ക് അടിക്കുന്നുണ്ടെങ്കിൽ കാറ്റിന് സമാന്തരമായിട്ട് നീണ്ടു കിടക്കുന്ന ഡ്യൂൺസ് ആണ്. നിങ്ങൾ പിക്ചറിൽ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ ഡ്യൂൺസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കാം.
പിന്നെ ഡിഫ്ലാഷൻ ഹോളോസും ഡിഫ്ലാഷൻ ബേസിനുമാണ്. ഓക്കെ, ഡിഫ്ലാഷൻ ഹോളോസ് എന്താ നോക്കാം. ഡിപ്രഷൻ ഫോംഡ് ഇൻ ഡെസേർട്ട് ആൻഡ് സെമി arid region by deflation action of wind. Relatively smaller depression are called deflation hollows. The larger one are known as deflation basin. ഡെസേർട്ടിലൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വിൻഡിന്റെ ബ്ലോയിങ് ആക്ഷൻ കാരണം എന്താ പറയാ ഡിപ്രഷൻ ഫോം ചെയ്യുക. ഓക്കെ, അതായത് വിൻഡിന്റെ ബ്ലോയിങ് ആക്ഷൻ കാരണം അവിടെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഇവിടെ ഒരു കുഴി ഒരു ഡിപ്രഷൻ ഫോം ചെയ്യുക. ആ ഡിപ്രഷനെയാണ് എന്ത് പറയുന്നത്, ഡിഫ്ലാഷൻ ഹോളോസ് എന്ന് പറയുന്നത്. ഈ ഡിഫ്ലാഷൻ ഹോളോസിൽ തന്നെ അതിന്റെ കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ അതിന് ഡിഫ്ലാഷൻ ബേസിൻ എന്ന് പറയും. കുറച്ച് വലിയ സൈസിൽ അത്ര എന്താണ് കൂടുതൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിഫ്ലാഷൻ ബേസിൻ എന്ന് പറയും. ഓക്കെ, അതിനെ വിവരിക്കുന്ന മലയാളം അതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് ആൻസർ ചെയ്യണേ. ദെൻ ലോയ്സും അതുപോലെ ഡ്യൂണാണ്. ഇനി ഇതൊരു ഷീറ്റ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് പോലെയുള്ള ഒരു ഡെപ്പോസിറ്റ്സ് ആണ്. അവിടെ അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഫൈൻ ഗ്രൈൻഡ് ആയിട്ടുള്ള സിൽട്ട്, ക്ലേ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ലോയ്സ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടിപ്പിക്കലി എന്താണ് അൺകൺസോളിഡേറ്റഡ് ആണ്, നോൺ സ്ട്രാറ്റിഫൈഡ് ആണ്, പോറസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ര ഒരുപാട് വോയിഡ് സ്പേസ് അതിന്റെ അടുക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പുതപ്പ് പോലെ ഒരു ബ്ലാങ്കറ്റ് പോലെ ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, വളരെ ഫൈൻ പൗഡറിന്റെ ഒരു ആവരണം ചില ഏരിയകളിൽ അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ. അപ്പൊ അതിന് പറയുന്നതാണ് നമ്മൾ എന്ത് ലോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ തിക്നെസ് വാരി ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് പിന്നെ എക്സ്ട്രാ പോയിന്റുകളാണ് കാണാൻ നോക്കാം. ദെൻ അതിന്റെ മലയാളം ഞാൻ വായിച്ചു തരാം. സിൽട്ട് ക്ലേ ആണ്. സിൽട്ട് ക്ലേ ആണ്. ക്ലേ പോലുള്ള സൂക്ഷ്മ കണികകൾ അടങ്ങിയ, അല്ലെങ്കിൽ ചെറിയ കണികകൾ എന്ന് പറഞ്ഞാൽ മതി, അടങ്ങിയ ഒരു ഷീറ്റ് അല്ലെങ്കിൽ പുതപ്പ് പോലെയുള്ള ഒരു നിക്ഷേപണമാണിത്. ഈ നിക്ഷേപണങ്ങൾ സാധാരണയായി ഏകീകരിക്കാത്തതും തരംതിരിക്കാത്തതും ഉയർന്ന പൊറോസിറ്റി ഉള്ളതുമാണ്. പൊറോസിറ്റിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പൊറോസിറ്റി ഉള്ളതുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. അപ്പോൾ അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ സ്ട്രീം ഓൺ ദ ബേസിസ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് വാട്ടർ ഫ്ലോ എന്ന സ്ട്രീം ചാനൽ. അതായത് സ്ട്രീമിൽ വാട്ടർ എത്ര ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് ഒഴുകുന്നുണ്ട് എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്ന് വരുന്നതാണ് എന്ത്, പെരിനിയൽ സ്ട്രീം, ഇന്റർമീഡിയറ്റ് സ്ട്രീം, എഫിമറൽ സ്ട്രീം. പെരിനിയൽ സ്ട്രീം എന്ന് പറഞ്ഞത് ഫ്ലോ ത്രൂ ഔട്ട് ദ ഇയർ ആണ്. അതായത് വർഷം മുഴുവനായിട്ടും എന്ത് ചെയ്യും, അത് ഒഴുകും. ഫ്ലോ ഓൾ ഇയർ ആണ്. അതായത് എല്ലാ വർഷവും എന്ത് ചെയ്യും, അത് ഒഴുകും. ഓക്കെ, ഒഴുകിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും, അത് വറ്റില്ല. ഓക്കെ, അതിന്റെ ഒഴുക്ക് നിലയ്ക്കാത്ത സ്ട്രീമാണ് നമ്മൾ പെരിനിയൽ സ്ട്രീം. ഇന്റർമീഡിയറ്റ് സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂറിങ് വെറ്റർ ടൈംസ് മാത്രമേ ഒഴുകൂ. അതായത് വെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ സീസണലി അല്ലെങ്കിൽ നമുക്ക് എന്താണ് വെറ്റായിട്ടുള്ള സമയത്തൊക്കെ, അതായത് അത്ര നമുക്ക് ഹോട്ട് അല്ലാത്ത അല്ലെങ്കിൽ ഡ്രൈ അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും, അത് ഒഴുകും. ഓക്കെ, അവിടെ ഗ്രൗണ്ട് വാട്ടർ ആയിട്ടുള്ള കണക്ഷൻ അവിടെ പറയുന്നുണ്ട്, അതും പാടെ നിങ്ങൾ എഴുതാം. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് കോൺടാക്ട് ആണ്, ഇവിടെ എന്താണ് ഡയറക്റ്റ് കോൺടാക്ട് ആണ്. പെരിനിയലിലും ഇന്റർമീഡിയറ്റിലും ഡയറക്റ്റ് കോൺടാക്ട് ആണ്. ദെൻ എഫിമറൽ സ്ട്രീം എന്ന് പറയുന്നത് ദോസ് കാരി ഡ്യൂറിങ് റെയിനി സീസൺ മാത്രമേ, സീസണിൽ മാത്രമേ ഒഴുകുള്ളൂ. അതായത് ഒരു സീസണിൽ മാത്രമേ അത് ഒഴുകുള്ളൂ. അതായത് റെയിനി സീസണിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഒഴുകുകയുള്ളൂ. ഇവിടെ എന്തില്ല, വാട്ടറും നമ്മുടെ സ്ട്രീമും ഗ്രൗണ്ട് വാട്ടറുമായിട്ട് എന്തില്ല, ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ഓക്കെ, അതേതാ അതിന്റെ മലയാളം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് എഴുതിയിട്ട് ആൻസർ ചെയ്യട്ടെ. മലയാളം മീഡിയം കുട്ടികൾ ഞാൻ പറയുന്നതാണ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ small scale of hardness 10 minerals are arranged in order of their increasing hardness. ഓക്കെ, അതായത് 10 മിനറൽസ് എന്താണ് അതിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി ടാൽക്ക്, ജിപ്സം, കാൽസൈറ്റ്, ഫ്ലൂറൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഒരു ഓർഡർ ഉണ്ട്, ഒരു എന്താണ് ഹാർഡ്നെസ് ബോക്സിന്റെ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉണ്ട് ഹാർഡ്നെസ് നോക്കുന്ന. ഓക്കെ, അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന് നമുക്ക് എന്താണ് അടിസ്ഥാനമാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് മിനറൽസ് ഇൻ ദ സ്കെയിൽ? ഏതാണ്? ഡയമണ്ട് ആണ്. ഓക്കെ, ഏതാണ്? ഡയമണ്ട്. ഓക്കെ, ദെൻ നെയിം ദ മിനറൽ ഹാവിംഗ് ഹാർഡ്നെസ് 7 ഇൻ മോസ്കെയിൽ. മോസ്കെയിൽ 7ാമത്തെ ഹാർഡ്നെസ് ഉള്ള മിനറൽ ഏതാണ്? ഇതാണത് ക്വാർട്സ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഹാർഡ്നെസ് സ്കെയിലൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ വിച്ച് മിനറൽ ഈസ് ഹാവിംഗ് ലോവസ്റ്റ് ഹാർഡ്നെസ്? ഏറ്റവും കുറഞ്ഞ ഹാർഡ്നെസ് ഉള്ളത് നമ്മുടെ ടാൽക്കാണ്. ഓക്കെ, 1ാമത്തേത്. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 1 എഴുതിയ 1 മാർക്ക്, അല്ലെങ്കിൽ 2 എഴുതിയ 2 മാർക്ക്, 3 എഴുതിയ നിങ്ങൾക്ക് 3 മാർക്കും കിട്ടും. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇറോഷണൽ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ ഗ്ലേഷ്യൽ ഇറോഷൻ ആർ ഗിവൺ ബിലോ. നമുക്ക് തന്നിരിക്കുന്ന ഗ്ലേഷ്യൽ ഇറോഷൻ ലാൻഡ് ഫോംസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യാനാണ്. സർക്യൂ, എറിറ്റെ, കോൾ, ഇതാണ് 3 നമുക്ക് തന്നത്.
ഇതൊക്കെ നമുക്ക് ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്തും തരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകുന്നുള്ളൂ. സർക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാഫ് ബൗൾ ഡിപ്രഷൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഇത് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സഹായകരമാകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. സർക്യൂ എന്ന് പറയുന്നത് ഒരു ഹാഫ് ബൗൾ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ഒരു ബൗളിന്റെ ഒരു പൊട്ടിയ പിഞ്ഞാണത്തിന്റെ ഒക്കെ ഒരു രൂപമാണ് ഈ സർക്യൂ എന്ന് പറയുന്നത് ശരിക്കും. ഓക്കെ, അത് വാലി ഹെഡ് ഇൻ മൗണ്ടൻസ്. അതുപോലെ ചെയർ ലൈക്ക് അപ്പിയറൻസ്, ഒരു ചെയറിന്റെ ഒരു എന്താണ് ആം ചെയർ ലൈക്ക് അപ്പിയറൻസ് ഇതിനുണ്ട്. ഓക്കെ, ഇങ്ങനെ ആം ചെയർ ലൈക്ക് അപ്പിയറൻസ് ഈ ഒരു സർക്യൂനുണ്ട്. ഓക്കെ, അതുപോലെ എന്തായിരിക്കും, വളരെ സ്റ്റീപ്പ് വാളായിരിക്കും. ഓക്കെ, പിന്നെന്തായിരിക്കും അതിന്റെ ഡയമീറ്റർ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി, നിർബന്ധമല്ല. ഈ 2 പോയിന്റുകളും ഓർത്ത് വെക്കുക. ദെൻ അറേറ്റ് എന്ന് പറയുന്നത് നൈഫ് എഡ്ജ് ആയിട്ടുള്ള ഒരു റിഡ്ജസ് ആണ്. അതായത് വളരെ ഷാർപ്പ് എഡ്ജോട് കൂടിയിട്ടുള്ള ഒരു റിഡ്ജസ് ആണത് ഈ ഒരു നമ്മൾ പറയുന്ന എന്താ പറയാ അരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും. ഓക്കെ, അതായത് ഫൗണ്ട് 2 നൈബറിംഗ് സർക്യൂസ് ഇറോഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് മീറ്റ്. 2 അടുത്തടുത്തുള്ള സർക്യൂകൾ തമ്മിൽ, ഓക്കെ, 2 അടുത്തടുത്തുള്ള സർക്യൂകൾ തമ്മിൽ അടുത്തടുത്ത് മീറ്റ് ചെയ്ത് അത് ഇറോഷൻ നടന്ന് എന്ത് ചെയ്യും, മീറ്റ് ചെയ്തിട്ട് ആ ഒരു സർക്യൂ കൂടി ചേരുമ്പോൾ എന്താണ്, ഒരു ഷാർപ്പായിട്ട്, അതായത് ബാക്ക് ടു ബാക്ക് ഇറോഷൻ നടന്നിട്ട് ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസ് അവിടെ ഫോം ചെയ്യും. അതാണ് എന്ത് അറീറ്റ് എന്ന് പറയുന്നത്. ദെൻ കോൾ എന്ന് പറയുന്നത് എന്താണ്, ഗ്ലേഷ്യൽ ഇറോഷൻ ഓഫ് 2 സർക്യൂ ലൊക്കേറ്റഡ് ഇൻ ബോത്ത് സൈഡ്സ് ഓഫ് മൗണ്ടെയിൻ റിസൾട്ട് ഇൻ മൗണ്ടെയിൻ പാസ്. ഒരു പണ്ടൊക്കെ നമ്മള് കോളിലൂടെ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ആൾക്കാരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അത് മൗണ്ടെയിൻ ഗ്യാപ്പ്, മൗണ്ടെയിൻ പാസ്, അത് ഇത്തരം നമ്മളെ ഗ്ലേഷ്യേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ എന്ത് ചെയ്യും, ഈ രീതിയിലുള്ള ഇറോഷൻ നടന്നിട്ട് അതായത് 2 അല്ലെങ്കിൽ അതിലധികം സർക്യൂസ് ഒക്കെ എന്ത് ചെയ്തു, 2 വശവും ഇറോഷൻ നടന്നിട്ട് എന്താണ് ഒരു ഓപ്പണിംഗ് ഉണ്ടാകുക. ഓക്കെ, അപ്പം ആ ഒരു പ്രദേശം എന്ത് ചെയ്യുക, താന്നു പോകും. ഓക്കെ, വലിയ മൗണ്ടെയിൻസ് ബാക്ക് ടു ബാക്ക് ഇറോഷൻ ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്തു, 2 സൈഡും ഇറോഷൻ നടന്ന് അതൊരു താഴ്ന്ന പ്രദേശമായി മാറും. ഓക്കെ, അപ്പൊ ഇതാണ് മൗണ്ടെയിൻ പാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെ മലയാളം ഞാൻ കൂടുതൽ ഇപ്പം പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കണമെങ്കിൽ മാർക്ക് ഇടുന്നത് ആരും എഴുതാൻ സാധ്യതയില്ല, കാരണം ഫോക്കസ് ഏരിയ അല്ലാത്തത് കൊണ്ട്. ഇതിന് 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ ദ മൗണ്ടെയിൻസ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഒറിജിൻ. മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്, അതിൽ പെട്ട, അതും ഫോക്കസ് ഏരിയയിൽ പെടാത്തതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ടു ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോഡ് ഓഫ് ഒറിജിൻ. 2 രീതിയിൽ നമുക്കത് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെക്ടോണിക് മൗണ്ടെയിൻസ് എന്ന റെലിക്ട് മൗണ്ടെയിൻസ് എന്നാണ്. ടെക്ടോണിക് മൗണ്ടെയിൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ടെക്ടോണിക് മൗണ്ടെയിൻസിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. വോൾക്കാനിക് മൗണ്ടെയിൻസ്, ഫോൾഡ് മൗണ്ടെയിൻസ്, ഡോം മൗണ്ടെയിൻസ്, ഫോൾട്ട് ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന്. ഓക്കെ, അപ്പോൾ അതിന്റെ ടൈപ്സ് ഒക്കെ ഞാൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഫോക്കസ് ഏരിയ അല്ലാത്തത് കൊണ്ടാണ്. റിലിക് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാലും അതുപോലെ നമുക്ക് എന്താണ് ഈ രീതിയിൽ റെസിഡ്യുവൽ മൗണ്ടെയിൻസ് എന്നൊക്കെ അതിന് വിളിക്കാം. അതായത് ഒരു ഹൈലാൻഡ് പല രീതിയിലുള്ള ഇറോഷൻ നടന്നിട്ട് ചില ഭാഗങ്ങൾ എന്ത് ചെയ്തു, അവിടെ എലവേറ്റഡ് ആയിട്ട് നിലകൊള്ളുകയും ചില ഭാഗങ്ങൾ ഇറോഷൻ നടന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മൗണ്ടെയിൻസ് ആണ്. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും ഒക്കെ, ഈസ്റ്റേൺ ഗട്ട്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇന്ത്യൻ മൗണ്ടെയിൻസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദെൻ വാട്ട് ആർ നാച്ചുറൽ ലെവീസ്, ഹൗ ആർ ദേ ഡെവലപ്ഡ്. എന്താണ് നാച്ചുറൽ ലെവീസ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നാച്ചുറൽ ലെവീസ് ആർ നാരോ, അതിന്റെ ആൻസർ നോക്കാം. നാച്ചുറൽ ലെവീസ് ആർ നാരോ റിഡ്ജസ് ഓഫ് അലൂവിയം ഫോംഡ് അലോങ് ബോത്ത് സൈഡ് ഓഫ് റിലേറ്റീവ്ലി വൈഡ് സ്ട്രീം ചാനൽ. അതായത് വളരെ വൈഡ് ആയിട്ടുള്ള സ്ട്രീം ചാനലിന്റെ 2 വശങ്ങളിലും എന്താണ് ഈ രീതിയിൽ ഒരു വരമ്പ് പോലെ എന്താണ് സെഡിമെന്റ്സ് നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ഒരു ഡെപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ ലെവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെയൊക്കെ വീഡിയോ സ്ട്രീംസ് ഞാൻ എടുത്തിട്ടില്ല. യെസ്, ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ അറിയണം, ഞാൻ ചിലപ്പോൾ സ്ട്രീംസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യും. സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്ട്രീംസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, സമയം ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ സിമ്പിൾ ആയി പിക്ചറൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ കുറച്ചും പാടാകും. അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പിക്ചർ ആവുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, സ്ട്രീമിന്റെ ഇത് പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഇതിന്റെ ആ ഒരു വശങ്ങളിലുള്ള 2 ഡയമെൻഷൻ പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ആ വശങ്ങളിൽ ഇങ്ങനെ എന്താണ് ഉയർന്ന് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വരമ്പ് പോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭൂരൂപമാണ് നമ്മുടെ നാച്ചുറൽ ലെവീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ആർ ദേ ഡെവലപ്ഡ് എന്നുള്ളതിന്റെ ആൻസർ ആണ്.
ഡ്യൂറിങ് ഫ്ലഡ് വെൻ എ സ്ട്രീം ഓവർഫ്ലോ ഇറ്റ്സ് ബാങ്ക്സ്. അതായത് സിമ്പിൾ ആയിട്ട് പറയണത്, ഞാൻ മൊത്തം വായിച്ചാൽ നമുക്ക് സമയം കുറവാണ്. അപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു റീസൺ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ട്രീമിലൂടെ വാട്ടർ ഒഴുകുന്നതും നമ്മുടെ സ്ട്രീം ബാങ്കിലൂടെ ഒഴുകുന്നതിന്റെ വെലോസിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം സ്ട്രീമിലൂടെ ഈ സ്ട്രീം ചാനലിന്റെ ബോട്ടം ഏരിയയിൽ നിന്നൊക്കെ എന്താണ് കുറെ പാർട്ടിക്കിൾസ് അത് എന്ത് ചെയ്യും, അത് ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് സ്ട്രീം ചാനലിന്റെ എന്താ പറയാ, നമ്മുടെ സ്ട്രീം ചാനലിന്റെ ഫ്ലഡ് പ്ലെയിനിലേക്ക് അത് കയറുന്ന സമയത്ത് ഫ്ലഡ് പ്ലെയിനിൽ വളരെ ഒഴുക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ ഒഴുക്ക് കൂടുതലും ഒഴുക്ക് കുറവുള്ള അതിന്റെ ഫലമായിട്ട് ആ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറി ഇന്റർസെക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു എന്താ പറയാ, ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സോൺ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ലീനിയർ ഫാഷനിൽ എന്ത് ചെയ്യും, അവിടെ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അതായത് പെട്ടെന്ന് ഇതിന്റെ ഫ്ലോനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ ഫ്ലഡ് പ്ലെയിനിൽ കുറച്ച് വെലോസിറ്റി കുറഞ്ഞു ഒഴുകുന്നത് കൊണ്ട് ആണ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ ലെവീസ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിച്ചു തരാം. ഈ ഫോൺ മിസ്സിംഗ് ആയതുകൊണ്ട്. താരതമ്യേന വിശാലമായ സ്ട്രീം ചാനലുകളുടെ ഇരുവശത്തും രൂപം കൊണ്ട അലൂവിയലിന്റെ ഇടുങ്ങിയ വരമ്പുകളാണ് പ്രകൃതിദത്ത വരമ്പുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ലെവീസ് എന്ന് പറയുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് ഒരു അരുവി അതിന്റെ തീരങ്ങൾ കവിഞ്ഞൊഴുകുമ്പോൾ സെൻട്രൽ ചാനലിന്റെ ആഴത്തിലുള്ള ജലത്തിന്റെ ദ്രുതഗതിയിലുള്ള ഒഴുക്ക് ഭാഗവും തൊട്ടടുത്ത് വെള്ളപ്പൊക്ക സമതലങ്ങളിലെ പതുക്കെ നീങ്ങുന്ന ആഴമില്ലാത്ത വെള്ളവും തമ്മിലുള്ള സമ്പർക്കം കാരണം ഒരു നേർരേഖാ രൂപത്തിൽ സ്ട്രീമിലൂടെ നിക്ഷേപിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി നിരവധി വർഷങ്ങൾ എടുത്തിട്ടാണ് ഇവ രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇത്തരം രൂപത്തിൽ എങ്ങനെയെങ്കിലും എഴുതിയെങ്കിൽ നിങ്ങൾ മാർക്ക് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 4. ഓക്കെ, സെക്ഷൻ 4 ആണ്. അതിൽ 33 to 44 വരെയാണ് ക്വസ്റ്റ്യന്. അതിലും 6 എണ്ണാണ് നിങ്ങൾ എഴുതേണ്ടത്. 6 × 4 ആണ് 24 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 4 ഏരിയ വേർ ജിയോളജിക്കൽ നോളജ് ഈസ് യൂസ്ഫുൾ ടു ഹ്യൂമൻ സൊസൈറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത്, ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ ലിസ്റ്റ് വൈസ് ഞാൻ 1, 2, 3 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലുള്ളതോ ഇനി അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മലയാളം മീഡിയം കുട്ടികൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ദെൻ 34 ആണ് ഇനി അടുത്തത്. വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രോളജി സൈക്കിൾ ഓർ വാട്ടർ സൈക്കിൾ എന്നാണ്. അതോടൊപ്പം അതിന്റെ 3 ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്, സബ് ക്വസ്റ്റ്യൻസ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് വാരിയസ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഹൈഡ്രോളജി സൈക്കിൾ. അടുത്തത് എൻലെസ് സർക്കുലേഷൻ, അതിന്റെ 2 ക്വസ്റ്റ്യൻ ആട്ടോ വരുന്നത്, 2 സബ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ ആണ് കേട്ടോ, ആൻസർ ആണിത്. ഓക്കെ, ഇത് ആൻസർ ആണ്. The endless circulation of water through the different geospheres is solid, liquid and gaseous form is called water cycle. എന്താണ് വാട്ടർ സൈക്കിൾ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മളിവിടെ പറഞ്ഞു, എ എന്നുള്ളത്. അതായത് നമ്മുടെ വ്യത്യസ്ത ജിയോസ്ഫിയറിലൂടെ സോളിഡും അല്ല ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ജലം വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അവസാനമില്ലാത്ത ഒരു സർക്കുലേഷൻ ആണ്. അതായത് എൻലെസ് പ്രോസസ് ആണിത്. ഓക്കെ, ഒരു എൻലെസ് സർക്കുലേഷൻ ആണ്, ഒരു അവസാനമില്ലാത്ത ഒരു ചാക്രികമായിട്ടുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനടുത്തത് ബി ക്വസ്റ്റ്യൻ വരുന്നത് ഹൈഡ്രോളിക് സൈക്കിൾ ഓർ വാട്ടർ സൈക്കിൾ കമ്പോസ്ഡ് ഓഫ് വാരിയസ് പ്രോസസ്. അപ്പൊ ഇവിടെ സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബി എന്ന് പറയുന്ന ഇവിടെ ഉണ്ട്. അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതെന്നാണ്. ഒന്ന് എന്താണ്, പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, സർഫസ് റൺ ഓഫ് ഉണ്ട്, ഇൻഫിൽട്രേഷൻ ഉണ്ട്, ബേസ് ഫ്ലോ ഉണ്ട്, ഇവാപറേഷൻ ഉണ്ട്, ട്രാൻസ്പിറേഷൻ ഉണ്ട്, കണ്ടൻസേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ മലയാളമാണ് ഇത്. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് മലയാളം മീഡിയം കുട്ടികൾ അങ്ങനെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതി വെക്കുക. ദെൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ഡീഗ്രഡേഷൻ ആൻഡ് അഗ്രഡേഷൻ ഓഫ് എർത്ത് പ്രോസസ് ആണ്. ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ജനറൽ ലെവലിന്, അതായത് ഒരു കുന്നുണ്ട് വിചാരിക്കുക. ഈ കുന്നിനെ എന്ത് ചെയ്യുക, ഇവിടെയുള്ള മെറ്റീരിയലിനൊക്കെ വെതറിങ്ങും ഇറോഷനും കാരണം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീഗ്രഡേഷനിൽ നടക്കുന്ന 2 പ്രോസസ്സുകളാണ് എന്ത്, വെതറിങ് ആൻഡ് ഇറോഷൻ. ഓക്കെ, അതിന്റെ കൂടെ ട്രാൻസ്പോർട്ടേഷനും വരും. ദെൻ അഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു താഴ്ന്ന പ്രദേശം ഉണ്ടാവും അല്ലെ, അതായത് വാലീസോ അല്ലെങ്കിൽ നമ്മളെ പോലെ എന്താണ് താഴ്വാരങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് ഈ ഉയർന്ന പ്രദേശത്ത് നിന്നുള്ള മെറ്റീരിയൽ എന്ത്, ട്രാൻസ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും. ആ മെറ്റീരിയൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അതിന്റെ ഒരു എന്താ പറയാ, ഒരു ലെവല് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് അഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ലെവല് താഴ്ത്തുന്ന, ജനറൽ ലെവലിനെ താഴ്ത്തുന്ന അവസ്ഥയാണ് ഡീഗ്രഡേഷൻ. ദെൻ അഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്താണ്,
ഒരു ലെവലിനെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതിന്റെ ആ സർഫസിനെ ഉയർത്തുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ അഗ്രഡേഷനിൽ വരുന്ന പ്രോസസ്സാണ് എന്ത്, ഡെപ്പോസിഷൻ. ഓക്കെ, ഡീഗ്രഡേഷനിൽ വരുന്ന എന്താണ്, വെതറിങ്ങും ഇറോഷനുമാണ്. വെതറിങ്ങും ഇറോഷനും അതിന്റെ കൂടെ ട്രാൻസ്പോർട്ടേഷനും വരും. ഓക്കെ, അതിനൊക്കെ ഇതാക്കിയുള്ള എന്താ പറയാ മലയാളം കട്ടിങ് ഞാനിതിൽ എടുത്തിട്ടുണ്ട്. മലയാളം മീഡിയ കുട്ടികൾക്ക് അത് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. Then 36 compare the following pairs ആണ്. അക്വിഫർ ആൻഡ് അക്വിക്ലൂഡ്, ഹോട്ട് സ്പ്രിംഗ് ആൻഡ് ഗേസർ ആണ്. ഓക്കെ, യെസ്. എന്താണ് ഹോട്ട് സ്പ്രിങ്? ഇവിടെ ആൻസർ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് അക്വിഫർ ആണ്. അക്വിഫർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിവുള്ള ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്വിഫർ എന്ന് പറയുന്നത്. അപ്പൊ നന്നാക്കി വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ഓൺലി സ്റ്റോറിങ് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഓക്കെ, അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് പോറസ് അല്ല. അപ്പോൾ അക്വിഫർ എന്ന് പറയുന്നത് എന്താണ്, പോറസ് ആണ്, പെർമിബിൾ ആണ്. ഓക്കെ, പോറസ് ആണ്, അത് പെർമിബിൾ ആണ്. ഓക്കെ, എന്നാൽ അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പോറസ് ആണ്. ഓക്കെ, പോറസ് ആണ്, ബട്ട് എന്തല്ല, അത് പെർമിബിൾ അല്ല, നോട്ട് പെർമിബിൾ. ഓക്കെ, നോട്ട് പെർമിബിൾ. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് എങ്ങനെയാണ് എഴുതി വെച്ചാലൊന്ന് മാർക്കിട്ട് കൊടുക്കുക. മലയാളമൊക്കെ അതിന്റെ ഞാനിപ്പോ ഈ രീതിയിൽ തന്നെ എഴുതിയാൽ പോരാ, മലയാളത്തിന് അത് ഞാൻ കൊടുത്തിട്ടില്ല, സിമ്പിളാണ്. പിന്നെ നമ്മളെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്നതാണ്, അത് ഫോക്കസ് ഏരിയയിൽ പെട്ടതല്ലല്ലോ. ഇതിനടുത്തത് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നോക്കാം. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഒരു ഇറപ്ഷൻ ആണ്, ഹോട്ട് വാട്ടറിന്റെ ഇറപ്ഷൻ ആണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഹോട്ട് വാട്ടറിന്റെ ഒരു ഇറപ്ഷനെയാണ് നമ്മൾ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഗേസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ആണ്. അതായത് ഒരു ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ഇന്റർവെല്ലിൽ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം എന്താണ് പ്രത്യക്ഷപ്പെടുന്ന, ഒരു നിശ്ചിത സമയത്ത് മാത്രം എന്താണ് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്റ്റീമോട് കൂടി ജനറേറ്റ് ചെയ്യുന്ന ഹോട്ട് സ്പ്രിംഗിന്റെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ പറയുന്ന ഗേസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ അതിന്റെ മലയാളമൊക്കെ ഇപ്പൊ അങ്ങനെ ഇതാ, അതായത് ഹോട്ട് സ്പ്രിംഗിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈപ്പാണ് ഗേസർ എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഹോട്ട് സ്പ്രിംഗിനെയാണ് ഗേസർ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. then 37ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്സ് ആണ്. ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലഡ് പ്ലെയിൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ നമ്മൾ സ്ട്രീമിന്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഏരിയ ആണ്. അവിടെ എന്തൊക്കെയുണ്ട്, അൺകൺസോളിഡേറ്റഡ് അല്ല അലൂവിയം, അതായത് നദി നിക്ഷേപിക്കപ്പെട്ട വസ്തുക്കളുണ്ട്. പ്രധാനമായിട്ടും എന്താണ് നമ്മളെ ഹൈ ഫ്ലോ പീരീഡിൽ വെള്ളത്തിന്റെ അടിയിലാകുന്ന ഒരു പോർഷനാണ് ഫ്ലഡ് പ്ലെയിൻ. പിന്നെ എന്താ സാൻഡും സിൽറ്റും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ലാറ്ററൽ പ്ലാനേഷന്റെ ഒക്കെ ഫലമായിട്ടാണ് ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെന്താണ് ഫ്ലഡ് പ്ലെയിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ, ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ ഫെർട്ടിലിറ്റി ഉള്ളൊരു ലാൻഡാണ്. നമുക്കറിയാം നമ്മുടെ മനുഷ്യർ അല്ലെ കാട്ടിൽ നിന്ന് നദികളുടെ തീരത്ത് വന്ന് താമസിച്ചതും സിന്ധു ഗംഗ സിവിലൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഫെർട്ടിലിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനായിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കെന്താണ് ഒക്കേഷണലി നമുക്കെന്താണ് ഇതൊരു ഹസാർഡസ് സോണാണ്. ഓക്കെ, ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോറൽ റീഫ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറൽ റീഫ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കോറൽ റീഫ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ട് അല്ലെങ്കിൽ വലിയ ലൈംസ്റ്റോൺ സ്ട്രക്ചർ, അത് ചുണ്ണാമ്പ് കല്ലിന്റെ ഒരു എന്താ സ്ട്രക്ചറിനെയാണ് നമ്മൾ സാധാരണ കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോറൽസ് എന്ന് പറയുന്ന കോറൽ പോളിപ്സ് എന്ന് പറയുന്ന ജീവിയാണത്, അല്ലെങ്കിൽ ആ ഓർഗാനിസമാണ്, മറൈൻ ഓർഗാനിസമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കാൽക്കേരിയസ് സ്കെലറ്റൻസ് ആണ് കോറൽ റീഫ് ആയിട്ട് മാറുന്നത്. 3 ടൈപ്സ് ആണ്, ഫ്രിഞ്ചിങ്, ബാരിയർ, അറ്റോൾ ആണ്. ഓക്കെ, ഇതൊന്നും ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയവരുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ക്ലോസ് ഷോർ ആയിട്ട് വരുന്നതാണ് ഫ്രിഞ്ചിങ്. ബാരിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ലേക്ക് പോലെ, അല്ലെങ്കിൽ അതിന് നമുക്ക് ലാൻഡിന് ചുറ്റും എന്താണ് കവചമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ദ്വീപിന് ചുറ്റും കവചമായിട്ട് കാണുന്ന ഒരു ബാരിയർ അല്ലെ, ഒരു മതിൽ പോലെ
നിലനിൽക്കുന്നത്. അതായത് നമ്മളെ ഡീപ് വാട്ടറിനെയും ഷാലോ വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബാരിയർ. അറ്റോൾ എന്ന് പറയുന്നത് ഒരു റിങ് പോലെ. അതായത് ഇതൊക്കെ ഇതിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു റിങ് പോലെ ഇവിടെയുള്ള ലാൻഡൊക്കെ എന്താണ് ഇറോഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ വെതേഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു കടലിന്റെ നടക്കൊക്കെ ഇങ്ങനെ കാണാം ചില ഭാഗങ്ങളിൽ. അപ്പൊ അത്തരത്തില് പവഴപ്പുറ്റുകളുടെ ആ ഒരു കോളനിയാണ് നമ്മൾ എന്ത് പറയുന്നത് അറ്റോൾ എന്ന് പറയുന്നത്. then 39ാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് സപ്പോർട്ടിംഗ് എവിഡൻസ് ഓഫ് കോണ്ടിനെന്റൽ റിഫ്റ്റ്. കോണ്ടിനെന്റൽ റിഫ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എവിഡൻസ് ആണ് ഫിറ്റ് ഓഫ് കോണ്ടിനെന്റൽ മാർജിൻ, സിമിലാരിറ്റി ഓഫ് റോക്ക് സീക്വൻസസ്, ദെൻ പാലിയോ ക്ലൈമറ്റിക് എവിഡൻസ്, ഫോസിൽ എവിഡൻസ്. ഇതൊക്കെ നിങ്ങൾ എഴുതിക്കണമെങ്കിൽ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ അല്ലാതെ വരുന്നതാണ്. ഇത് 40ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക് മിനറൽസിന് അതിന് സ്യൂട്ടബിൾ എക്സാമ്പിളും എഴുതാനാണ്. അപ്പം എന്താ പറയാ ചിലത് നമുക്ക് എന്താണ് മിനറൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നത് എന്താണ് ഫെറോമാഗ്നറ്റിസം എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇത് മാഗ്നറ്റൈറ്റും പൈറോടൈറ്റും കേട്ടോ. മാഗ്നറ്റൈറ്റും പൈറോടൈറ്റും അതിന് എക്സാമ്പിൾ ആണ് ഫെറോമാഗ്നറ്റിസത്തിന്. അതിലവർ വീക്ക്ലി അട്രാക്ട് ആണ്, അതിന് പാരാമാഗ്നറ്റ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ ഹെമറ്റൈറ്റും ഫ്രാങ്ക്ലിനൈറ്റുമാണ്. ഓക്കെ, ഇതിന് അടുത്തത് വരുന്ന ഡയമാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അത് റിപ്പിൾ ചെയ്യുന്ന ടൈപ്പാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ എന്ത് ബിസ്മത്തും അതുപോലെ ഓക്കെ ബിസ്മത്ത്. ഓക്കെ, ബിസ്മത്ത് എടുക്കുക. ബിസ്മത്ത് എന്നാണ് ഡയമാഗ്നറ്റിക് മിനറൽസ്. അപ്പൊ അത്ര എക്സാമ്പിൾ സൈഡ് നിങ്ങൾ ഏതായാലും മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് സോയിൽ പ്രൊഫൈൽ ആൻഡ് എക്സ്പ്ലെയിൻ ആണ്. എ ഹൊറൈസൺ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സോയിൽ ഡയഗ്രാം ആദ്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം സോയിൽ ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ ABCD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കോളം 2 ഡയമെൻഷണൽ കോളം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതേമാതിരി അടയാളപ്പെടുത്താം. ഓക്കെ, ഇതേപോലെ അടയാളപ്പെടുത്തി പഠിച്ചു വെക്കാം കേട്ടോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഓരോ ലെയറിന്റെയും പ്രോപ്പർട്ടി ഇപ്പം നമുക്കിവിടെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. എ ഹൊറൈസൺ അതിന്റെ അപ്പർമോസ്റ്റ് ലെയർ ആണ്. ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടോപ്പ് സോയിൽ, അതുപോലെ ബി ഹൊറൈസൺ, ഇ ഹൊറൈസൺ, അതുപോലെ ഡി ഹൊറൈസൺ വരെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി പഠിച്ചോളെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല, വളരെ സിമ്പിൾ അല്ലേ, പോയിന്റ് വൈസ് ആയതുകൊണ്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ദെൻ 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The following terms are related to the 3 types of weathering process. Name the types of weathering process and classify them according ആണ്. നമുക്കിവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ടേം തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. The following terms are related 3 types of weathering process. Name the types of weathering process and classify them accordingly എന്നാണ്. അത് നമ്മളിവിടെ എഴുതേണ്ടത് ഫിസിക്കൽ വെതറിംഗ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ എഴുതണ്ട. ഓക്കെ, ഇവിടെ ഫിസിക്കൽ വെതറിംഗ് എഴുതാം. ദെൻ കെമിക്കൽ വെതറിംഗ്, ദെൻ ബയോളജിക്കൽ വെതറിംഗ്. 3 ടൈപ്സ് എടുക്കുക. ഫിസിക്കൽ വെതറിംഗിൽ വരുന്നതാണ് എന്തോന്ന് ഷീറ്റിങ്. ഓക്കെ, പിന്നെന്താണ് എക്സ്ഫോളിയേഷൻ. പിന്നെ ഏതാണ് ഫ്രോസ്റ്റ് വെഡ്ജിങ്. ദെൻ കെമിക്കലിൽ വരുന്നതാണ് ഇത് കാർബണേഷൻ, പിന്നെ ഹൈഡ്രേഷൻ, പിന്നെ ഏതാണ് ഓക്സിഡേഷൻ, ദെൻ സ്ഫിറോയിഡൽ വെതറിംഗ്,
പിന്നെ ഏതാണ് ഹൈഡ്രോളിസിസ്. ഇനി ബയോളജിക്കലിൽ വരുന്ന ഏതാണ് ബയോളജിക്കൽ സൊല്യൂഷനും വരും ഇതില് സൊല്യൂഷൻ. ഓക്കെ, ബയോളജിക്കൽ വരുന്ന ഏതാണ് റൂട്ട് വെഡ്ജിങ്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? വിട്ടുപോകുന്നില്ലല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ കറക്റ്റ് ലിസ്റ്റ് ചെയ്താൽ അതിന് മാർക്ക് കൊടുക്കുക. അതിന് കുറച്ചേ ചെയ്തിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് കേട്ടോ. 42. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 43 റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് ജിയോളജിക് ടേംസ് ആണ്. ഓസോൺ ലെയർ, അയനോസ്ഫിയർ. ഓക്കെ, നമ്മളിനി എന്താ പറയാ തന്നിരിക്കുന്ന ടേമുകൾ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഈസ് ലൊക്കേറ്റഡ് അറ്റ് സ്ട്രാറ്റോസ്ഫിയറിലാണ് നിൽക്കുന്നത്. ഓസോൺ ഈസ് എ ഗ്യാസ് ആണ്, നമുക്കറിയാം. ദാറ്റ് ഈസ് അബ്സോർബ് സോളാർ റേഡിയേഷൻ. അതായത് സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്താണ് നമ്മുടെ UV റേഡിയേഷൻ. ഓക്കെ, നമ്മുടെ UV റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ ഫംഗ്ഷൻ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ എഴുതി വെക്കാം. ഓക്കെ, ആൻഡ് റിലീസസ് ഇറ്റ് ആസ് ഹീറ്റ്. ഇത് നമ്മുടെ അവിടെ എന്ത് ചെയ്യുന്നത്? ഹീറ്റഡ്. അതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഹീറ്റ് കൂടാനുള്ള കാരണം. ദെൻ B എന്ന് പറയുന്ന അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇതൊരു സെപ്പറേറ്റ് സ്ഫിയർ അല്ല, അല്ലെങ്കിൽ ലെയർ അല്ല. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴെ കാണുന്ന ലെയർ ആണ്. ഇതെന്താണ്? സെപ്പറേറ്റ് ലെയർ അല്ല. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് തെർമോസ്ഫിയർ വേർ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ അബൻഡന്റ്. അതായത് അയോൺസ് കൂടുതൽ കാണുന്ന, ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൂടുതൽ കാണുന്ന ഒരു ലെയർ ആണ് അയണോസ്ഫിയർ. ഇതെന്തിനു നമ്മളെ സഹായിക്കുന്നുണ്ട്? ഇത് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് റീജിയൻ ആണ്. ഇത് നമുക്ക് ദീർഘദൂര റേഡിയോ സംപ്രേഷണത്തിന് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റേഡിയോ സിഗ്നലൊക്കെ റിഫ്ലക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ സ്ട്രീം ഇറോഷൻ എന്നാണ്. സ്ട്രീം ഇറോഷൻ ഏതൊക്കെ പ്രോസസ്സിലാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? ഓക്കെ, അതായത് സ്ട്രീം ഇറോഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിന്റെ ഇറോഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അത് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഒന്ന് ഹൈഡ്രോളിക് ആക്ഷൻ, അബ്രാഷൻ, അട്രീഷൻ, കൊറോഷൻ. അപ്പൊ അത് പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഷോർട്ട് ആക്കിയിട്ട് എന്താണ് ഹൈഡ്രോളിക് ആക്ഷൻ, എന്താണ് അബ്രാഷൻ, എന്താണ് അട്രീഷൻ, അങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടറിന്റെ ആ ഒരു ഫ്ലോയിങ് എബിലിറ്റി കൊണ്ട് വസ്തുക്കളെ ഇറോഡ് ചെയ്യുന്നതാണ്. അബ്രാഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൈൻഡിങ് ആക്ഷൻ ആണ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹൈഡ്രോളിക് ആക്ഷനിലൂടെ കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽ തമ്മിൽ മ്യൂച്വൽ കൊളേഷൻ നടക്കുന്നതാണ് അട്രീഷൻ. കൊറോഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഡിസോൾവ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയൊക്കെ ഷോർട്ടാക്കി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലില് എന്തുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് യൂണിറ്റുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇയർ +2ന്റെ മെറ്റീരിയലും വീഡിയോസും ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റു കൂട്ടുകാർക്കും വേണം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ജിയോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ ഇതൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ കൂടി നമുക്ക് നമ്മുടെ ജിയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ നമുക്ക് ലെക്ചർ നോട്ട്, അതുപോലെ നിങ്ങളെ മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഫോണിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഡിലീറ്റ് ആക്കിയാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളെ ഫോണിൽ ബുക്ക് മാർക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ കണ്ടാൽ ഞാൻ ശ്രമിക്കാം. ഈ ഒരു ദീർഘനേരം ആയതുകൊണ്ട് അതിൻ്റെ ഒരു മുഷിപ്പുണ്ട്. അപ്പം അതിനാൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ